സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 8 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഉച്ചവരെ 4 ജില്ലകൾക്കായിരുന്നു റെഡ് അലർട്ട്. അതിപ്പോൾ 8 ആകുന്നു. അതായത് വരാനിരിക്കുന്നത് വലിയ മഴയെന്ന സൂചനയാണ് ഈ മുന്നറിയിപ്പുകൾ, അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ. കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പൊതുവെ തെളിഞ്ഞ ആകാശമായിരുന്നു തെക്കൻ കേരളത്തിൽ പലയിടത്തും. അല്ലെങ്കിൽ കാര്യമായൊരു മഴ പെയ്തതായി കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വലിയ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. വയനാട് ജില്ലയിലൊക്കെ പണ്ട് മഴ റെഡ് അലർട്ട് പോകലെയുള്ള മഴ പെയ്യുമ്പോഴൊക്കെ ഉൾപ്പെടലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ്. എന്തായാലും അത്തരം ആശങ്കകളും ഈ റെഡ് അലർട്ട് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മിക്കവാറും ജില്ലകളിൽ ഇപ്പോൾ തന്നെ അവധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ നാളെയും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് റെഡ് അലർട്ട്. ഈ 2 ദിവസവും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാത്ത എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലും, സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ചില ജില്ലകളിൽ അത് കൂടുതൽ അതിതീവ്ര മഴയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഇന്ന് ഒരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു. അതിന്റെ കൂടി സാഹചര്യത്തിലാണ്. ഒപ്പം തന്നെ ഈ പടിഞ്ഞാറൻ കാറ്റും സംസ്ഥാനത്ത് ശക്തമായി വീശുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിന്റെയും സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റെഡ് അലർട്ടിന് സമാനമായ മഴ കേരളത്തിൽ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഈ ഒപ്പം തന്നെയാണ് വലിയ രീതിയിലുള്ള കാറ്റും സംസ്ഥാനത്ത് വീശിയടിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാടൊക്കെ ഏതാണ്ട് 60 കിലോമീറ്ററിന് മുകളിൽ കാറ്റ് വീശി, വേഗത്തിലുള്ള കാറ്റ് വീശി എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ ഡെയിലി സമ്മറിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സമാനമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും വലിയ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. മഴയ്ക്കൊപ്പം വലിയ കാറ്റും കൂടിയാകുമ്പോൾ വലിയ അപകട സാധ്യതകൾ കൂടിയാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി തെളിയുന്നത്. കൃഷ്ണരാജ്.